Hi all, I am Amrita from Kannur University campus Mangatuparamba. We are going to discuss about software process and a life cycle. First of all, what is software process? A software process is a set of structured activities or steps that are followed to develop a software product. So simply, ഒരു സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സെറ്റ് ഓഫ് സ്റ്റെപ്സ് അതിനെയാണ് സോഫ്റ്റ്വെയർ പ്രോസസ്സ് എന്ന് പറയുക. It defines how the software is developed, maintained and managed from the initial idea to the final product and beyond. അപ്പോൾ ഒരു സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു ഇനീഷ്യൽ ഐഡിയ ഉണ്ടാവും. അപ്പോൾ ആ ഇനീഷ്യൽ ഐഡിയ തൊട്ട് നമ്മൾ ഫൈനൽ പ്രൊഡക്റ്റ് ഉണ്ടാകുന്നത് വരെയുള്ള സ്റ്റെപ്സിനെയാണ് നമ്മൾ ഈ സോഫ്റ്റ്വെയർ പ്രോസസ്സ് എന്ന് വിളിക്കുക. അതിനകത്ത് ഡെവലപ്മെൻറ്റ്, മെയിൻ്റനൻസ് ആൻഡ് മാനേജ്മെൻറ്റ് അങ്ങനത്തെ കുറേ സ്റ്റേജസ് ഉണ്ടാവും. സോഫ്റ്റ്വെയർ പ്രോസസ്സ് ഈസ് ക്ലാസിഫൈഡ് ഇൻറ്റു ടു: process management process and product engineering process. Product engineering process is again classified into development process, project management process and configuration control process. Okay. Next, characteristics of software process. First one is understandability. The process should be clearly defined and easy for developers to understand and follow. This helps reduce confusion and ensures everyone follows the same steps. അപ്പോൾ നമ്മുടെ പ്രോസസ്സ് എന്ന് പറയുന്നത് ക്ലിയർലി ഡിഫൈൻഡ് ആയിരിക്കണം. അത് നമ്മൾ ഡെവലപ്പേഴ്സിന് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, അപ്പോൾ ദിസ് ഹെൽപ്സ് റെഡ്യൂസ് കൺഫ്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ക്ലിയർലി ഡിഫൈൻഡ് ആണെങ്കിൽ. നെക്സ്റ്റ് ഈസ് വിസിബിലിറ്റി. വിസിബിലിറ്റി എന്ന് പറയുമ്പോൾ ദ പ്രോസസ് ഷുഡ് പ്രൊഡ്യൂസ് ക്ലിയർ ഔട്ട്പുട്ട്സ് ഓർ റിസൾട്ട്സ് അറ്റ് ഈച്ച് സ്റ്റേജ്. അപ്പോൾ നമ്മുടെ ഈ ഓരോ സ്റ്റേജിനകത്തും ക്ലിയർ ഔട്ട്പുട്ട്സ് ഓർ റിസൾട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനത്തെ ഓരോ ക്ലിയർ ഔട്ട്പുട്ട്സ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു പ്രോസസ്സിൻ്റെ പ്രോഗ്രസ് നമുക്ക് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈസി ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഈസ് സപ്പോർട്ടബിലിറ്റി. The process should be easily supported by tools, especially CASE. CASE means computer aided software engineering tools. Okay, tools can help automate and manage tasks like design, coding and testing. Okay, next is acceptability. The process should be practical and comfortable for software engineers to use. If the team does not accept the process, it will likely be ignored or misused. Okay. Next is reliability. A reliable process is designed to prevent or catch errors before they affect the final product. Okay, അപ്പോൾ ഒരു പ്രോഡക്റ്റിനകത്ത് എന്തായാലും എറേഴ്സ് ഉണ്ടാവും. അപ്പോൾ നമ്മളെ ഫൈനൽ പ്രോഡക്റ്റിനെ അഫക്റ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് തന്നെ നമ്മളെ ഈ എറേഴ്സിനെ പ്രിവെൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ക്യാച്ച് ചെയ്യുന്ന വേണ്ടിയിട്ട് നമ്മൾ റിലയബിൾ പ്രോസസ്സ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ ഫൈനൽ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഒരു ഹയർ ക്വാളിറ്റി സോഫ്റ്റ്വെയർ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഈസ് റോബസ്റ്റ്നെസ്. റോബസ്റ്റ്നെസ് എന്ന് പറയുമ്പോൾ ദ പ്രോസസ് ഷുഡ് ബി ഏബിൾ ടു ഹാൻഡിൽ അൺഎക്സ്പെക്റ്റഡ് പ്രോബ്ലംസ് വിത്തൗട്ട് സ്റ്റോപ്പിംഗ് ഓർ ഫെയിലിംഗ്. ഓക്കെ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എറേഴ്സിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ റോബസ്റ്റ്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഈവൻ ഇഫ് വൺ ടാസ്ക് ഇസ് ഡിലേഡ് ദ റെസ്റ്റ് ഓഫ് ദ പ്രോസസ് ക്യാൻ കണ്ടിന്യൂ. ഓക്കെ, നെക്സ്റ്റ് ഈസ് മെയിൻറ്റെയിനബിലിറ്റി. ദ പ്രോസസ് ഷുഡ് ബി ഫ്ലെക്സിബിൾ ആൻഡ് അപ്ഡേറ്റബിൾ. Okay, as organization or project changes, the process should adapt. Okay, last one is rapidity. The process should enable fast delivery of the complete software as per the requirements. This is especially important for the time bound or competitive projects. Okay, അപ്പോൾ ടൈം ബൗണ്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കോമ്പറ്റിറ്റീവ് പ്രോജക്ട്സിന് നമ്മുടെ സോഫ്റ്റ്വെയർ ഫാസ്റ്റായിട്ട് ഡെലിവറി ചെയ്യേണ്ടത് ആവശ്യമാണ്. ഓക്കെ, so these are the characteristics of software process. Next, software development life cycle or SDLC. SDLC എന്ന് പറയുന്നത് is a step by step process used to develop a high quality software in a structured and efficient way. ഓക്കെ, അപ്പോൾ നമ്മുടെ SDLCനകത്ത് കുറേ ഫേസസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് പ്ലാനിങ്, ഡിഫൈനിങ്, ഡിസൈനിങ്, ബിൽഡിങ്, ടെസ്റ്റിംഗ് ആൻഡ് ഡിപ്ലോയ്മെൻറ്റ്. ഓക്കെ, നമുക്ക് ഓരോ ഫേസസ് ആയിട്ട് നോക്കാം. First phase is planning and requirement analysis. Okay, this is the most crucial phase. Understand what the customer needs. Okay, കസ്റ്റമറിൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കുന്നതാണ് നമ്മൾ ഈ പ്ലാനിങ് എന്നുള്ള ഫേസിനകത്ത് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് gather and document all the requirements.
എന്തൊക്കെ ആവശ്യങ്ങളാണ് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിൽ വേണ്ടി വരിക എന്നുള്ളത് മനസ്സിലാക്കി നമ്മളതെല്ലാം ഗ്യാദർ ചെയ്ത് വെക്കുക. ഓക്കെ, ആൻഡ് ഓൾസോ എ ഫീസിബിലിറ്റി സ്റ്റഡി ഈസ് ഓൾസോ കണ്ടക്റ്റഡ് ടു ആസസ് ദ പ്രോജക്ട്സ് ടെക്നിക്കൽ, ഓപ്പറേഷൻ ആൻഡ് ഫിനാൻഷ്യൽ വയബിലിറ്റി. ഓക്കെ, ഒരു ഫീസിബിലിറ്റി സ്റ്റഡി കൂടി കണ്ടക്ട് ചെയ്യുന്നുണ്ട്. എന്തിനാണ്? നമ്മുടെ ടു ആസസ് ദ പ്രോജക്ട്സ് ടെക്നിക്കൽ, ഓപ്പറേഷണൽ ആൻഡ് ഫിനാൻഷ്യൽ വയബിലിറ്റി. ഓക്കെ, next phase is defining requirements. All the gathered requirements are documented in a software requirement specification or SRS document. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രീവിയസ് ഫേസിൽ പറഞ്ഞു, അതായത് പ്ലാനിങ് എന്നുള്ള ഫേസിനകത്ത് നമുക്ക് എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ആണ് വേണ്ടത് അതൊക്കെ നമ്മൾ ഗ്യാദർ ചെയ്ത് വെച്ചു. അപ്പോൾ ഈ റിക്വയർമെൻറ്റ്സിന് നമ്മളൊരു SRS എന്നുള്ളൊരു ഡോക്യുമെൻ്റ് ആക്കിയിട്ട് മാറ്റുകയാണ്. അതായത് ഒരു SRS എന്നുള്ള ഒരു ഡോക്യുമെൻറ്റിനകത്ത് ഈ റിക്വയർമെൻറ്റ്സിനൊക്കെ നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കുന്നു. ഓക്കെ, ദിസ് സെർവ്സ് ആസ് എ ഗൈഡ് ലൈൻസ്. അതായത് നമുക്കൊരു ഗൈഡ് ലൈൻ അല്ലെങ്കിൽ ഒരു റെഫറൻസ് പോലെ നെക്സ്റ്റ് വരുന്ന ഫേസിനകത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഡിഫൈനിങ് എന്നുള്ള ഫേസിൻ്റെ ഒരു ഔട്ട്പുട്ടായിട്ട് വേണമെങ്കിൽ നമുക്ക് SRS ഡോക്യുമെൻറ്റിനെ പറയാം. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഡിസൈനിങ് ദ പ്രൊഡക്റ്റ് ആർക്കിടെക്ചർ. അപ്പോൾ ബേസ്ഡ് ഓൺ ദ SRS, നമ്മൾ പ്രീവിയസ് ആയിട്ട് ഉണ്ടാക്കി വെച്ച SRSനെ ബേസ് ചെയ്തിട്ട് ദ സിസ്റ്റം ആൻഡ് സോഫ്റ്റ്വെയർ ഡിസൈൻ ഈസ് പ്രിപ്പയർഡ്. ഓക്കെ, ദിസ് ഹെൽപ്സ് ഇൻ സ്പെസിഫൈയിങ് ഹാർഡ്വെയർ ആൻഡ് സിസ്റ്റം റിക്വയർമെൻറ്റ്സ് ആൻഡ് ഓൾസോ ഹെൽപ്സ് ഇൻ ഡിഫൈനിങ് ദ ഓവറോൾ സിസ്റ്റം ആർക്കിടെക്ചർ. ഓക്കെ, അപ്പം SRSനെ ബേസ് ചെയ്തിട്ട് സിസ്റ്റം ആൻഡ് സോഫ്റ്റ്വെയർ ഡിസൈൻ പ്രിപ്പയർ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ദിസ് ഹെൽപ്സ് ഇൻ സ്പെസിഫൈയിങ് ഹാർഡ്വെയർ ആൻഡ് സിസ്റ്റം റിക്വയർമെൻറ്റ്സ്. എന്തൊക്കെ ഹാർഡ്വെയർ അല്ലെങ്കിൽ സിസ്റ്റം റിക്വയർമെൻറ്റ്സ് ആണ് വേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാനും കൂടി ഇത് ഹെൽപ്പാണ്. ഓക്കെ, സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഈസ് ബിൽഡിംഗ് ഓർ ഡെവലപ്പിംഗ് ദ പ്രോഡക്റ്റ്. ഇൻ ദിസ് ഫേസ് ദ ആക്ച്വൽ ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട്സ്. ഓക്കെ, ബിൽഡിംഗ് എന്നുള്ള ഫേസിലാണ് നമ്മൾ ആക്ച്വൽ, അതായത് നമ്മൾ പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യാൻ തുടങ്ങുന്നത് ഈ ഒരു ഫേസിലാണ്. ദ പ്രോഡക്റ്റ് ഈസ് ബിൽഡ് അക്കോർഡിംഗ് ടു ദ ഡിസൈൻ, ഡോക്യുമെൻറ്റ് ആൻഡ് സ്പെസിഫിക്കേഷൻ. ഒക്കെ നമ്മൾ പ്രീവിയസ് ആയിട്ട് ചെയ്ത് വെച്ച ഡിസൈൻ അല്ലെങ്കിൽ എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ആണ് വേണ്ടതെന്ന് ഡോക്യുമെൻറ്റ് ചെയ്ത് വെച്ചു. അതൊക്കെ അനുസരിച്ച് നമ്മൾ പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുന്നത് ഈ ഒരു ഫേസിലാണ്. നെക്സ്റ്റ് ഈസ് ടെസ്റ്റിംഗ് ദ പ്രൊഡക്റ്റ്. ഓക്കെ, ആഫ്റ്റർ നമ്മൾ ഡെവലപ്മെൻറ്റ്, നമ്മളൊരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റിൻ്റെ എന്താണ് നമ്മൾ ആ പ്രോഡക്റ്റ് നമ്മൾ ടെസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആഫ്റ്റർ ഡെവലപ്മെൻറ്റ് ദ പ്രോഡക്റ്റ് ഈസ് ടെസ്റ്റഡ് ടു എൻഷുവർ ദാറ്റ് ദ എൻ്റയർ ആപ്ലിക്കേഷൻ വർക്ക്സ് അക്കോർഡിംഗ് ടു ദ കസ്റ്റമേഴ്സ് റിക്വയർമെൻറ്റ്. ഓക്കെ, കസ്റ്റമർ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമ്മുടെ എൻ്റയർ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ ടെസ്റ്റ് ചെയ്ത് എൻഷുവർ ചെയ്യാം. ടെസ്റ്റിംഗ് ഈസ് ക്രൂഷ്യൽ ടു ഐഡൻറ്റിഫൈ ഡിഫക്ട്സ് ഓർ ബഗ്സ് ഇൻ ദ സോഫ്റ്റ്വെയർ. ഓക്കെ, നമ്മുടെ സോഫ്റ്റ്വെയറിനകത്ത് എന്തെങ്കിലും ബഗ്സും കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ടെസ്റ്റിങ് നമ്മളെ സഹായിക്കും. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് ഫേസ് ഇസ് ഡിപ്ലോയ്മെൻറ്റ് ഇൻ ദ മാർക്കറ്റ് ആൻഡ് മെയിൻ്റനൻസ്. ഓക്കെ, നമ്മൾ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്തു, എന്നിട്ടത് ടെസ്റ്റ് ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആക്കാം. ഓക്കെ, ഡിപ്ലോയ്മെൻറ്റ് മീൻസ് നമ്മുടെ പ്രൊഡക്റ്റ് എന്താണ് യൂസേഴ്സിന് അവൈലബിൾ ആക്കുന്നതിനാണ് ഡിപ്ലോയ്മെൻറ്റ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ആഫ്റ്റർ ഡിപ്ലോയ്മെൻറ്റ് നമ്മുടെ ആ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് മെയിൻ്റനൻസ് ഫേസിലേക്കാണ് പോകുന്നത്. ഓക്കെ, മെയിൻ്റനൻസ് ഫേസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് യൂസേഴ്സ് യൂസ് ചെയ്യാൻ തുടങ്ങിയ ശേഷം അത് സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അതിന് അപ് ടു ഡേറ്റ് ആണ് എന്നൊക്കെ നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതായിട്ടുണ്ട്. എന്തെങ്കിലും അപ്ഡേറ്റ്സും കാര്യങ്ങളും ആവശ്യമാണോ അതൊക്കെ ചെക്ക് ചെയ്യുന്ന ഫേസാണ് മെയിൻ്റനൻസ്. ഓക്കെ, സോ SDLC എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ SDLCയിലെ ഫേസസ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. സോ SDLC എന്ന് പറയുമ്പോൾ ഒരു ഓവറോൾ പറയുകയാണെങ്കിൽ ഒരു കസ്റ്റമർ എക്സ്പെക്റ്റേഷൻസ് അനുസരിച്ച് ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുക, അതേപോലെ എന്താണ് ആൻഡ് ഈസ് കംപ്ലീറ്റഡ് വിത്തിൻ ദ ടൈം ആൻഡ് കോസ്റ്റ് എസ്റ്റിമേറ്റ്സ് ആൻഡ് ഈസ് എഫിഷ്യൻറ്റ് ആൻഡ് മെയിൻറ്റനബിൾ. ഓക്കെ, ഇതാണ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിളിൻ്റെ ഒരു എയിം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, so these are all about software development life cycle. I hope these all are clear to all. Okay, thank you.